ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് ഞങ്ങൾ മലേഷ്യയിൽ 4ാമത്തെ ദിവസം കേട്ടോ. ഇന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു RNRൽ കയറിയതാണ്. ഇവിടെ മലേഷ്യയിൽ ഓരോ 25 കിലോമീറ്റർ, അതായത് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്കൊരു RNR എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് അത് നമുക്ക് എസ്പെഷ്യലി ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് എസ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് വാഷ്റൂംസ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സ്നാക്സ്, കഫറ്റീരിയാസ്. അങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് റിഫ്രഷ് ചെയ്യാനും പിന്നെ അതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ RNRലുണ്ട്. കുറേ ദൂരെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ RNRകളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആട്ടോ. ശരിക്കും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മളെ നാട്ടിലൊക്കെ വരേണ്ടതാണ്. ഇവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ്, പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനോ ഒന്ന് റിലാക്സ് ആവാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറിയിട്ട് ആദ്യം നമ്മൾ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ പുലാവ് ബേസർ ഐലൻഡിലേക്കാട്ടോ. ഈ ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഹൈ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് റൈഡ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഈ ഐലൻഡിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് ഇറങ്ങി ഐലൻഡിലേക്ക് ഒരു 2 ബോട്ട് സർവീസ് ആയിട്ടേ ഉള്ളൂ. 2 ബോട്ടേ അന്നേരം സർവീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 45 ആളുണ്ടായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്ത് ഞങ്ങളെ കുറച്ച് ആൾക്കാരായിട്ട്, ചിലത് വലിയ ബോട്ടാണ്, ചിലത് ചെറിയ ബോട്ടാണ്. പിന്നെ അന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് അവിടെ ഐലൻഡിലുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന സ്ഥലം കേട്ടോ. ഇതിപ്പം കുഴപ്പമില്ലാത്തൊരു ലെവലിൽ വെള്ളമുണ്ട്. ചില സമയത്ത് വെള്ളം നന്നായിട്ട് താന്നു പോകും. അതായത് വേലി ഇറക്കത്തിൻ്റെ ഒരു സമയം വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ചെളിയിലൂടെ നടന്നിട്ട് വേണം നമ്മൾ ബോട്ട് കയറി പോകാൻ കേട്ടോ. ഹൈ സ്പീഡ് ബോട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ ട്രിപ്പിലാണ് പോയത്. കാരണം കുറച്ച് സാധനങ്ങൾ ബസ്സിൽ നിന്ന് എടുക്കാൻ മറന്നപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഫാമിലി ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ സമദ്ക, സാദിഖ്, പിന്നെ വേറെ നമ്മളെ കൂടെയുള്ള വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ലാസ്റ്റത്തെ ട്രിപ്പ് പോയത്. ഫോണ് വെള്ളത്തിൽ പോകുമെന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് 2 കൈ കൊണ്ടും കൂടെ ഞാനിങ്ങനെ മുറുക്കി പിടിക്കുകയായിരുന്നു ഫോണ്. അങ്ങനെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വേഗം ഫോൺ ഉള്ളോട്ട് വെച്ചു. ഏകദേശം 15 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തിയിട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ എത്തി, എല്ലാവരും ഒന്ന് സെറ്റിലായി. ഞങ്ങൾ ലാസ്റ്റ് ബോട്ടും കൂടെ വരുന്നതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ കൂടാതെ വേറെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ഐലൻഡിൽ. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഫുഡ് കഴിക്കുക, അതായത് ലഞ്ച് കഴിക്കുക, എന്നിട്ട് ബാക്കി ഞങ്ങളുടെ നിസ്കാരം, അതുപോലെ വാഷ്റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാണാനുള്ളവർക്കും നടക്കാനുള്ളവർക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ട് നടന്ന് ആസ്വദിച്ച് എന്നിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മീറ്റിംഗ് പോയിന്റിൽ തിരിച്ചെത്തുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അതായത് ഞങ്ങളുടെ ലഞ്ച് ബിരിയാണി ആയിരുന്നു അന്ന് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. ഇതാണ് നമ്മുടെ സമദ്കായും സമദ്കാൻ്റെ വൈഫും കൂടാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അവരവിടെ നിന്നേ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഐലൻഡിലേക്ക് എടുത്തതാണ്, ബോട്ടിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ അങ്ങനെ ചെമ്പ് പൊട്ടിക്കണ പരിപാടിയായിരുന്നു ഞങ്ങൾ ആദ്യം അവിടെ എത്തിയിട്ട് ചെയ്തത്. ചെമ്പ് പൊട്ടിച്ച് നല്ല ചൂടുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതും ഭയങ്കര വൈബായിരുന്നു. ഇത്രയും ഒരു ഐലൻഡിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ വലിയൊരു ചെമ്പൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു, മസ്തായി. പിന്നെ
മാത്രമല്ല ഞങ്ങൾക്ക് യൂഷ്വലി ഞങ്ങളെ ട്രിപ്പിൽ, അതായത് ഞങ്ങളുടെ പാക്കേജിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് ഉണ്ടാവുക കേട്ടോ. ഞങ്ങൾക്ക് ലഞ്ച് ഉണ്ടാവാറില്ല. ലഞ്ച് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങി കഴിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ ചേഞ്ച് ആക്കി. കാരണം ഇവിടെ കാര്യമായിട്ട് നമുക്ക് വലിയ വെറൈറ്റി ആയിട്ടുള്ള അവൈലബിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊരു ഓപ്ഷൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ബിരിയാണി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യാം, ഡിന്നർ നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാമെന്നുള്ളത്. ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും കഴിച്ചു. അതുപോലെ അവിടെ ഗാർഡ് ചെയ്യുന്ന 2 ആളുകളുണ്ട്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് കൊടുത്തു. അങ്ങനെ കുട്ടികളൊക്കെ വയറൊക്കെ നിറച്ച് ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവരങ്ങോട്ട് ഓടി. പിന്നെ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, പിന്നെ വാഷ്റൂം, അപ്പോൾ അതൊക്കെ തിരഞ്ഞ് ഞങ്ങളങ്ങനെ നടന്നു. അപ്പോൾ ഈ വഴി അങ്ങനെ നടന്നാൽ വാഷ്റൂംസ്, അതുപോലെ പ്രെയർ റൂം, അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഈ വഴി നടക്കുമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. അതുപോലെ കുറേ ടെൻറ്റുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കുറേ ടെൻസ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ 1 നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാം, അവിടെ താമസിക്കാം. പല സൈസിലുള്ള ടെൻറ്റുകളുണ്ട് കേട്ടോ, വലുതുണ്ട് ചെറുതുണ്ട്. പക്ഷെ അന്ന് വെള്ളം വളരെ കുറവായിരുന്നു. അതായത് കുറച്ച് വേലിയിറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ആക്ച്വലി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ടവലും, അതുപോലെ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു വേലിയിറക്കം കാരണം നമുക്ക് കുറച്ച് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നല്ല ചെളിയാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ദൂരത്തേക്കാണ് വെള്ളമുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇറങ്ങാൻ തോന്നിയില്ല. അങ്ങനെ കുട്ടികളൊക്കെ പാർക്കിൽ നല്ല കളിയായി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് സ്ഥലമൊന്ന് ചുറ്റി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഇവിടെ നമുക്ക് റെൻറ്റിന് ബൈക്ക്സ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒറ്റ ബൈക്കും ഇല്ല. അതായത് അന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ ബൈക്സും റെൻറ്റിന് ആളുകൾ എടുത്തിട്ട് കറങ്ങാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അത് നല്ല രസമുള്ളൊരു ഫോറസ്റ്റാണ്. നിറയെ കണ്ടൽ കാടുകളും പിന്നെ അതുപോലെ നല്ല അടിപൊളി ഫോറസ്റ്റ്. അതായത് നമുക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫോറസ്റ്റ്. 2 സൈഡിലും മരങ്ങളും പാറയും പുല്ലും. അപ്പോൾ നമുക്ക് ബൈക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 20-25 മിനിറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ സമദ്ക്കാക്ക് എങ്ങനെയൊക്കെയോ ഒരു ബൈക്ക് കിട്ടി. ആ ഒരു ബൈക്കിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഫെബിത്താത്തയും മുജീബ്ക്കയും കറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവരെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവർ പോയ വഴി നമുക്ക് നടന്നു നോക്കാം. വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും അവരെ തിരിച്ചു വരുന്നത് കണ്ടുമുട്ടി അപ്പം നമുക്ക് ബൈക്ക് എടുക്കാമല്ലോ. അതും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളോട്ട് നടന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ടും, അതുപോലെ കിളികളുടെ ഒച്ചയും പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റിൽ കയറുമ്പോഴുള്ള ആ ഒരു ശബ്ദമില്ലേ, അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ബൈക്ക് കൊണ്ടുപോയ ആളുകൾ തിരിച്ചെത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി തന്നു. അതൊരു ഹോണ്ടൻ്റെ ഒരു വണ്ടിയാണ്. ഏതാ വണ്ടി എന്നൊന്നും എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഫുൾ ഓഫ് റോഡാണ്. അങ്ങനെ ഈ ഉള്ള ഒരു നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ, ആ വഴിയിലൂടെ ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഫെബിത്ത മുജീബ്ക്ക പോയി വന്നപ്പോഴേ ഞങ്ങളടുത്ത് പറഞ്ഞു, വഴി തെറ്റി പോണ്ട കേട്ടോ, ഞങ്ങൾക്ക് കുറേ വഴി മാറി ഞങ്ങൾ കുറേ കറങ്ങി. അപ്പം എനിക്ക് പോകുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ട്, ഇനി എവിടെയെങ്കിലും പോയി വഴി മാറി തിരിഞ്ഞ് മറിഞ്ഞ് വരുമോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുമോ എന്നൊക്കെ ഉള്ളത്. ഏതായാലും പോയി. ചില സ്ഥലത്തൊന്നും വണ്ടി കയറണേ ഇല്ല. അപ്പം ഞാൻ ഇറങ്ങും, റിസ്വാനൊക്കെ വണ്ടി കയറ്റും. പിന്നെ ഇറക്കത്തു നിന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത വണ്ടി. പക്ഷേ കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കാഴ്ചകളായിരുന്നു. ശരിക്കും ഈ ഐലൻഡിൽ ഈ ബൈക്ക് റൈഡാട്ടോ ഇതിൻ്റെ ഒരു അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൈഡ് തീർന്നു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അടുത്തത് ഞങ്ങൾ പോയത് മസ്ജിദ്
സെലാത്ത് മെലക്ക എന്ന് പറഞ്ഞ ഫ്ലോട്ടിംഗ് മോസ്കിലേക്കാട്ടോ. ആ പള്ളി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി ഇവിടെ വെള്ളമൊക്കെ നല്ല ഹൈ ആയിട്ടിരിക്കുമ്പോൾ ഈ പള്ളി വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ പള്ളീൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. മാത്രമല്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് അന്യമതസ്ഥർക്ക് കയറാൻ പറ്റൂലെന്നോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാവർക്കും കയറാം, എല്ലാവർക്കും കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളോട്ട് കയറിയപ്പം ആദ്യമേ വലിയൊരു വരാന്ത നേരെ പോയിട്ട് സ്റ്റേഴ്സ് കയറിയിട്ട് നേരെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രെയർ ഹാളാണ്. മാത്രമല്ല പള്ളീൻ്റെ ചുറ്റും നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് വലിയ ഹോൾവേ ആണ്. നടുവിലാണ് പ്രെയർ ഹാൾ ഇരിക്കുന്നത്. ഈ പ്രെയർ ഹാളിന് 2 സൈഡിലേക്കും എൻട്രൻസ് ഉണ്ട്. അതായത് 2 ഹോൾവേയിലേക്കും എൻട്രൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ പള്ളികളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് പള്ളിയിൽ ഇട്ട കാർപ്പറ്റ്സ് ആയാലും പിന്നെ അവിടുത്തെ ആർക്കിടെക്ചർ ആയാലും ഇസ്ലാമിക് ആർക്കിടെക്ചർ ആയാലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമുക്ക്. പിന്നെ ഇതുപോലെ കുറേ പള്ളിയിലും തന്നെ ഇങ്ങനത്തെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. പിന്നെ നമുക്കിതുപോലെ മസാജ് ചെയർസും ഉണ്ട് കേട്ടോ. നമ്മൾ 1 റിങ്കറ്റ് അല്ലെങ്കിൽ 5 റിങ്കറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ടൈമിന് 3 മിനിറ്റ്സ്, അതുപോലെ 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് അതിനൊക്കെ മസാജ് ചെയർസ് ഉണ്ട്. ഇത് ഞാൻ പോയ 2-3 പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലൂടെ നമ്മളെല്ലാവരും ഇങ്ങനെ നടന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. കുറേ ആളുകളുണ്ട് കേട്ടോ കാണാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ ഒരു 4:30-5 മണിയായി കാണും. അപ്പോൾ നല്ലൊരു സൺസെറ്റിൻ്റെ ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നാൽ ശരിക്കും ഈ പള്ളി വെള്ളത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട്. അതായത് മലാക്ക സിറ്റി മലേഷ്യയിലെ ഒരു ഓൾഡസ്റ്റ് സിറ്റി ആട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒരു റിവർ ക്രൂസാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ അവിടെ നമുക്ക് സൈക്കിൾ, അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് കുറേ കഫേസ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുട്ടി കഫ്റ്റീരിയ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടുത്തെ ആളുകൾ വീക്കെൻഡ് അതുപോലെ ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ. അതിന് കണക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. സൈക്ലിങ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ കുഞ്ഞി കഫ്റ്റീരിയാസും, പിന്നെ അവിടെ അവരുടെ ട്രഡീഷണൽ ഫുഡും, പിന്നെ അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമുണ്ട്, സെൻഡോൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഹംസക്ക പറഞ്ഞു തന്ന 2-3 സാധനങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോയത് അവിടുത്തെ വാട്ടർമെലൺ ജ്യൂസാണ്. അതായത് വാട്ടർമെലൺ ജസ്റ്റ് ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്യും. എന്നിട്ട് അതിൽ കുറച്ച് ഐസ് ആഡ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ സംഭവം നല്ല ഹെൽത്തിയാണ്. പക്ഷേ വാട്ടർമെലണിന് കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പം നമ്മൾ 2 ഫാമിലീസ് വാങ്ങിയപ്പം പിന്നെ നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു ലൈക്ക് അത്ര വേർത്തല്ല, അതായത് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും വാട്ടർമെലണിന് മധുരം കുറവായിരുന്നു. എന്നാലും ഫ്രഷ് സാധനം കേട്ടോ, കുഞ്ഞി വാട്ടർമെലൺസ് ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോയത് സെൻഡോളാണ് കേട്ടോ. സെൻഡോൾ ഇതുപോലെ ഇവിടുത്തെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. ഒരു തണുത്ത വിഭവമാണ്. അതായത് പല വെറൈറ്റിയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവിൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം, വിത്തൗട്ട് ഐസ്ക്രീം, ഡ്രൈ ഫ്രൂട്ട് അങ്ങനെയൊക്കെ കൊടുക്കൂലേ, കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്തിട്ട്. അതേപോലെ ബേസിക് ആയിട്ടുള്ള സാധനത്തിൽ ഐസ്ക്രീമും പിന്നെ അതും ഇതൊക്കെ ആഡ് ചെയ്തിട്ട്
അവർ അങ്ങനെ പല റേറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് അവർ ചുരണ്ടിയിട്ട് അതിൽ മമ്പയറില്ലേ, മമ്പയർ ആഡ് ചെയ്യും. അതിലേക്ക് പിന്നെ കോക്കനട്ട് മിൽക്ക്, പിന്നെ അതുപോലെ മധുരത്തിന് അവർ ആഡ് ചെയ്യുന്നത് അവിടുത്തെ ഒരു സ്പെഷ്യൽ പാം ഷുഗർ സിറപ്പാണ്. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിലൊരു ജെല്ലി പോലത്തെ ഒരു ഗ്രീൻ കളർ ജെല്ലി ഉണ്ട്. അതെന്താ വെച്ചാൽ അത് ഈ റൈസ് ഫ്ലോർ ഇല്ലേ, അതിൽ ഇച്ചിരി കളർ കൊടുത്തിട്ട്, നമ്മൾ അരിപ്പൊടിയിൽ കളർ കൊടുത്തിട്ട് അതിനെക്കൊണ്ട് ഒരു ജെല്ലി പോലത്തെ ഒരു നൂഡിൽ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് വിത്ത് ഐസ്ക്രീം, പിന്നെ വിത്തൗട്ട് ഐസ്ക്രീം, പിന്നെ വാനില ആണ് പൊതുവേ അവർ കൊടുക്കുന്നത്. പിന്നെ അതിൽ തന്നെ പല ഫ്ലേവേഴ്സ്, വേറെ ഐസ്ക്രീമിന് വേറെ ഫ്ലേവേഴ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. സെൻഡോൾ വിത്ത് ഐസ്ക്രീമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്ര വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല, എനിക്ക് തോന്നുന്നു 7 or 8 റിങ്കിറ്റ്. അപ്പോൾ കൃത്യമായിട്ട് എത്രയാണെന്ന് ഓർമ്മയില്ല. അതാണ് ഒരു ബൗളിന് വരുന്ന റേറ്റ്. പക്ഷേ സംഭവം നല്ല യമ്മി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. ആ തേങ്ങാപ്പാലും പിന്നെ ആ ഗ്രീൻ ജെല്ലി കണ്ടോ, അത് റൈസ് ഫ്ലോറിൻ്റെ ജെല്ലിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതും പിന്നെ ഈ ഐസ്ക്രീമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്തു നമ്മൾ. എന്നിട്ട് പിന്നെ മൂവ് ചെയ്തത് നമ്മൾ റിവർ ക്രൂസിലേക്കാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ നമ്മൾ നാട്ടിലെ റിക്ഷ പോലെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്, നല്ല ലൈറ്റ്സും പാട്ടൊക്കെ ആയിട്ട്. നമ്മളെന്തോ ചെറിയ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് അതിൽ യാത്ര ചെയ്തിട്ട് അവിടെ ഫുൾ ആ ഒരു ഏരിയ ഫുൾ നമ്മളതിൽ കറക്കി കാണിക്കും. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ പല സാധനങ്ങളും ഉണ്ട്, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ. മാത്രമല്ല അവിടെ ഒരു സ്പെഷ്യൽ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഹൽവ ആണ്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ റിവർ ക്രൂസിങ് കഴിഞ്ഞ് വരുമ്പോൾ അതൊരു ചെറിയ സ്റ്റിക്ക്, ഒരു ടൂത്ത് പിക്കിൽ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ തരും. അതിൽ തന്നെ ദൂരിയൻ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ദൂരിയൻ ഫ്ലേവറിൽ വരുന്ന ഹൽവ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്രൂസിലേക്കാണ്. ക്രൂസിലേക്ക് പോകാൻ കുറേ ക്യൂ ഒക്കെ നിന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് 40 പേർക്ക് ഒരു വലിയ ക്രൂസായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ക്രൂസിൻ്റെ ഡ്രൈവർ ഒരു ലേഡി ആയിരുന്നു. ഇങ്ങനത്തെ വലിയ വലിയ ഫാമിലീസിന് പോകാൻ പറ്റിയ കുറേ ക്രൂസുകളുണ്ട് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ക്രൂസുകൾ പോണ കണ്ടു. പിന്നെ അതുപോലെ ചില ക്രൂസിൽ അവർ ഡിന്നറും അറേഞ്ച് ചെയ്ത് കൊടുക്കും തോന്നുന്നു, ലൈക്ക് വിത്ത് ഡിന്നർ വരുന്ന ക്രൂസുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. രാത്രിയായപ്പം ഫുൾ ലൈറ്റ്സും പിന്നെ ഫുൾ ഓൺ ആയിട്ടുള്ളൊരു മലാക്ക സിറ്റിയാണ് നമ്മൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 സൈഡിലും വലിയ വലിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ മലാക്ക സിറ്റീൻ്റെ തന്നെ കുറേ ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്സ്, പിന്നെ അവരെ 2 സൈഡും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്, അതിലൊരു മെയിൻ ബ്രിഡ്ജാണ് താൻ കിം സെങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമ്മൾ പോയി. അങ്ങനെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അതായത് ഒന്ന് ആ ഒരു ഉച്ചക്കത്തെ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്ത് ഏകദേശം 45 മിനിറ്റോളം നമുക്ക് ആ ഒരു ക്രൂസ് റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ അന്നത്തെ ലാസ്റ്റത്തെ ഐറ്റനറി ആയിരുന്നു. അപ്പോൾ ക്രൂസ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് എത്തിയപ്പോഴത്തേക്കിനും സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേത്തെ ഒരു ഐറ്റിനറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഐറ്റിനറി ഒന്നുമില്ല. അത് ഞങ്ങൾക്ക് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഫ്രീ ഡേ ആയിരുന്നു. ഫ്രീഡം ഡേ എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, റൂമിലിരിക്കണമെങ്കിൽ റൂമിലിരിക്കാം, അങ്ങനത്തെ ഒരു ഡേ കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അവിടെ മലേഷ്യയിൽ. പക്ഷേ അവർ കോലാലംപൂരിന് ഏകദേശം 225 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന മലാക്ക തന്നെ അത്യാവശ്യം കോലാലംപൂരിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇപ്പം മലാക്കയിൽ നിന്ന് പോവുകയാണെങ്കിൽ കോലാലംപൂരിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത്രയും കവർ ചെയ്യണ്ട, അപ്പോൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോവാന്ന്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ ഉള്ളത് ജോഹോർ ബാറു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ സമ്മതിക്കാൻ ഞങ്ങൾക്ക് 2 ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 8 പേര് 2 വണ്ടിയിലായിട്ട്, 8 പേരല്ല കേട്ടോ, ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. സെഫിയത്ത ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അന്ന് ജോഹോറിലേക്കുള്ളൊരു ജേണി എന്ന് പറഞ്ഞാൽ ലൈഫിലൊരു അൺഫർഗറ്റബിൾ ജേണി ആയിരുന്നു കേട്ടോ. ഞങ്ങളെ ക്യാബ് ഡ്രൈവർക്ക് കേൾവി ശക്തിയില്ല, സംസാരശേഷിയും ഇല്ല. പക്ഷേ ആൾ എന്ന് പറഞ്ഞാൽ ഹി വാസ് എക്സ്ട്രാ എഫിഷ്യൻറ്റ്.
അന്ന് നമ്മൾ ജോഹറിലെത്താൻ രാത്രി 2 മണിയായി. അപ്പോൾ ജോഹറിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.